തൃപ്പങ്ങോട് നാളിശ്ശേരിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയയാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. മരണപ്പെട്ട പറവണ്ണ സ്വദേശിയും പൊയിലിശ്ശേരിയിൽ താമസക്കാരനുമായ ആയിഷ വീട്ടിൽ ഷാഫിയുടെ മൃതദേഹം ബുധനാഴ്ച വൈകുന്നേരം 4:30 മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. തിരൂർ SHO അനിൽകുമാർ ടി മേപ്പിള്ളി, SI നസീർ തിരൂർക്കാട് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇൻക്വസ്റ്റ്. ബുധനാഴ്ച രാവിലെ 7:30 നാളിശ്ശേരിയിലെ കെട്ടിടത്തിന്റെ മുറിയിൽ ഷാഫിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തലയ്ക്ക് പുറകിൽ മുറിവേറ്റ് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം. ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന സഹായിയും വെസ്റ്റ് ബംഗാൾ സ്വദേശിയുമായ താരിഫുൽ ഹക്ക് പിടിയിലായിട്ടുണ്ട്. ഷാഫിയുടെ മരണത്തിന് കാരണമായത് തലയുടെ പുറകിലേറ്റ മുറിവാണെന്നാണ് പോലീസ് കരുതുന്നത്. ഇത് എങ്ങനെയുണ്ടായതാണെന്ന് വ്യക്തമാവാൻ പോസ്റ്റ്മോർട്ടം കഴിയണമെന്നും അതിനുശേഷമേ താരിഫുൽ ഹക്കിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുള്ളൂവെന്നും പോലീസ് അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ 3 മണിക്കൂറോളം നീണ്ടു. ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് സംഘങ്ങളും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം കണ്ടെത്തിയ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട താരിഫുൽ ഹക്കിനെ കാരത്തൂരിൽ നിന്ന് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് പിടികൂടിയത്. ഏതാനും മാസങ്ങളായി ഇയാൾ മരണപ്പെട്ട ഷാഫിയുടെ സഹായിയായാണ് നാളിശ്ശേരിയിൽ കഴിയുന്നത്. ഇയാൾ നേരത്തെ മരണം നടന്ന മുറിയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായും ചൊവ്വാഴ്ച രാത്രി ഷാഫിയും താരിഫുൽ ഹക്കും ഇവിടെ എത്തുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.